അൽഫോൻസിന്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ കൂടെ ആയിക്കോട്ടെ നേരിട്ടാണെങ്കിലും ആയിക്കോട്ടെ ചേട്ടനോട് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ ഒരു ഭയങ്കര ഒരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ചേട്ടൻ അങ്ങനെ ഒരു ഓറ എപ്പോഴും ക്യാരി ചെയ്യുന്നത് അത് ഭയങ്കര സത്യമാണ്. ചേട്ടൻ്റെ എൻട്രി വെള്ളിത്തിരയാണ് സിനിമയുടെ മേഖലയിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു എൻട്രി കിട്ടിയത്. ഇപ്പോൾ വെള്ളിത്തിരയുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭദ്രൻ സാറിനെ ഈ വെള്ളിത്തിരയ്ക്ക് മുമ്പ് ഒരിക്കൽ പോയി കണ്ടിട്ടുണ്ട്. അത് അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ചില റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗോസ്പൽ ബാൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ ചെന്നൈയിൽ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നേരം ഇംഗ്ലീഷിലുള്ള പാട്ടുകളാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഇന്ത്യൻ രാഗങ്ങളൊക്കെ ഇങ്ങനെ പാടി വേറൊരു രീതിയിലൊരു ഫ്യൂഷൻ സ്റ്റൈലിൽ ഞാൻ പാടുന്നത് കേട്ടിട്ട് സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി തങ്ങളുടെ പാട്ട്, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാൽ എന്നെ പരിചയപ്പെട്ടു. ഇനി ചെന്നൈയിൽ വരുമ്പോൾ വീട്ടിലോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അങ്ങനെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ സാറിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ മ്യൂസിക് ഡയറക്ഷനൊക്കെ താല്പര്യമുണ്ട്, അപ്പോൾ താങ്കളുടെ പാട്ടുകളൊന്ന് കേൾപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ടൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. ഇഷ്ടമായി, പാട്ടൊക്കെ ഇഷ്ടമായി. പക്ഷെ അന്ന് സാറ് പറഞ്ഞു, താൻ ആരെങ്കിലും ഒന്ന് അസിസ്റ്റ് ചെയ്യേ, അത് കഴിഞ്ഞിട്ട് വാ, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കാം. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അവരെ അസിസ്റ്റ് ചെയ്തിട്ട് 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ദുബായിൽ ജോലി കിട്ടിയിട്ട് ഞാൻ പോയി. ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫേമസ് ചാനലിൽ മ്യൂസിക് ഇൻഹൗസ് മ്യൂസിക് കമ്പോസർ എന്നുള്ള റേഡിയോ സ്റ്റേഷനുണ്ട്. നാട്ടിലുണ്ടായ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു, പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ സാറ് പറഞ്ഞു നമുക്കൊരു ചെറിയ പടം ചെയ്താലോ. അപ്പം ആൾ പറഞ്ഞു ഓക്കെ ചെയ്യാം. അപ്പോൾ മോഹൻ സാർ തന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിയോ തദേവസ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു നമുക്ക് അൽഫോൻസിനെ വിളിച്ചാൽ, സാർ ഓർക്കുന്നില്ലേ സാറിനെ വീട്ടിൽ വന്ന് കണ്ടത്. അപ്പം അങ്ങനെ വീണ്ടും അത് കണക്റ്റായി. അപ്പം ലിയോ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഭദ്രൻ സാർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ സാറ് വിളിക്കുന്ന സമയത്ത് നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, മിക്കവാറും ഇത് ത്രൂ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വിളിച്ചു. ഞാനിങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറ് ഇടാ ഒരു സിനിമയുണ്ട്, നിനക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ, പാട്ടുകളും ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യണം. ഞാൻ പറഞ്ഞു അതിനെന്നാ. സാറ് അന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു സോങ്ങിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് പറഞ്ഞു നീ കുറച്ച് ഓപ്ഷൻസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുടുംബത്തിലെ കടവിലിൻ്റെ ഓപ്ഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ 2-3 ഓപ്ഷനൊക്കെ ആയിട്ട് നാട്ടിൽ പോയി പാട്ട് കേൾപ്പിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ലിസണിങ്ങിൽ തന്നെ ഓക്കെ ആയി, ട്യൂൺ ഇഷ്ടമായി. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ നാട്ടിൽ വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തത്. അപ്പം അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം. ചേട്ടന് പക്ഷേ ഒരു വോക്കലിസ്റ്റ് ആവാനായിരുന്നു ഇഷ്ടം. കുറേ നാൾ കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, 4-5 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് എന്തുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വോക്കൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു സ്വരത്തിൻ്റെ ഒരു റേഞ്ച് ഡിഫറെൻറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഒരു ഹൈ ടെനർ എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ പോലെയുള്ള ഒരു പ്രൊഫൗണ്ട് ബേസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ, ഒരു മെയിൽ വോയിസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്കൊരു സ്പേസ് കാണുന്നില്ല എൻ്റെ വോയിസ് വെച്ചിട്ട്. കുറേ നാൾ ഫീമെയിൽ വോയിസ് ആയിട്ടൊക്കെ പാടി നടന്നു. അപ്പം എനിക്കിങ്ങനെ തോന്നി എനിക്കിനി ഒരു സ്കോപ്പില്ല സിംഗർ ആവാനായിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ ഇൻസ്ട്രുമെന്റിലേക്ക് ശ്രദ്ധിച്ചതും മ്യൂസിക് ഡയറക്ടർ ആവുകയാണെങ്കിൽ സ്വന്തമായിട്ട് പാട്ട് പാടാലോ അല്ലേ? അപ്പം അങ്ങനെ പിന്നെ വെസ്റ്റേണിലേക്ക് ഒക്കെ ഫോക്കസ് ചെയ്യാൻ കാര്യം അതിന് ശേഷമാണ്. അതായത് എൻ്റെ വോയിസ് നമ്മുടെ മലയാളം ഇതിൽ പാടാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു തോട്ട് വന്നതിന് ശേഷമാണ് വെസ്റ്റേൺ പാടാനും പിന്നെ അതൊരു ഇൻട്രസ്റ്റായി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു. അപ്പം അന്ന് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറയാനൊന്നും അറിയത്തില്ല, ഭയങ്കര ആഗ്രഹമാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 9-10 പഠിക്കുന്ന സമയത്ത് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നുണ്ട്, ഞാൻ മലയാളം മീഡിയമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവൻ്റെ പുസ്തകങ്ങളൊക്കെ എടുക്കും, എന്നിട്ട് നമ്മുടെ മലയാളത്തിൻ്റെയൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാനത് എഴുതി എൻ്റെ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെക്കും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്നുള്ളത്. അതായത് ഇംഗ്ലീഷിലുള്ളത് മലയാളം അല്ല, ഞാൻ മലയാളം മീഡിയം ആയതുകൊണ്ട് എനിക്ക് അറിയാൻ വേണ്ടി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇതെല്ലാം പറയുന്നത് എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടി.
അപ്പം ഞാനിങ്ങനെ പാരലലി ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പാട്ടുകൾ പഠിക്കാൻ തുടങ്ങിയപ്പം ഞാനിങ്ങനെ കേൾക്കുന്നത് അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതും, സൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ അങ്ങ് പാടും. അതിൻ്റെ അർത്ഥമൊന്നും നോക്കിയിട്ടല്ല, പക്ഷേ എങ്ങനെയാണ് സൗണ്ട് ചെയ്യണേന്ന് നോക്കിയിട്ട്. അപ്പം പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോഴത്തേക്കും എടാ നീ നന്നായിട്ട് നിൻ്റെ നല്ല പ്രൊനൗൺസിയേഷൻ ആണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അങ്ങനെ. പക്ഷെ അത് ഇന്ന് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. എന്ന് വെച്ചാൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക്, കന്നഡയൊക്കെ പാടാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ ആ ലിറിസിസ്റ്റിനോട് ഞാൻ വരികളിങ്ങനെ വായിക്കാൻ പറയും. അവർ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ സൗണ്ടിങ് പെട്ടെന്ന് പിടുത്തം കിട്ടും. അത് നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതും, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ ചിഹ്നങ്ങളൊക്കെ അതിനകത്ത് വരച്ച് വയ്ക്കും. അപ്പോൾ ആ ഒരു സൗണ്ടിങ്ങിലുള്ള വ്യത്യാസം നമുക്കറിയാൻ വേണ്ടി. വളവും തിരിവും പടങ്ങളൊക്കെ അല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരാളുള്ളത്. അതെ, ഇത് വലിയ വലിയ ആളുകൾ ചെയ്ത് പരീക്ഷിച്ച കാര്യമാണ്. തീർച്ചയായിട്ടും. ചേട്ടനപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരാൾ വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ടോ? പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന അതോ? ഞാൻ ബേസിക്കലി സോങ് കമ്പോസ് ചെയ്യാൻ നേരത്ത് ഇത് ആരെങ്കിലും ആദ്യമേ മനസ്സിലുണ്ടോ? ഇല്ല, അങ്ങനെ മനസ്സിൽ വിചാരിച്ചല്ല ചെയ്യുന്നത്. പക്ഷേ കമ്പോസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില സൗണ്ട്സ് നമുക്ക് സിമിലറായിട്ട് നമുക്ക് ഈ വോയിസ് ചിലപ്പോൾ ഇതിന് നല്ലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹൃദയ സഖി എന്നുള്ള പാട്ട് അത് കമ്പോസ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ അറിയാതെ ഇങ്ങനെ ഹരിജിയുടെ ഒരു ടോൺ ഇങ്ങനെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് പാടാൻ പറ്റുന്നത്. അപ്പം എൻ്റെ അടുത്ത് സാറ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹരിജി പാടിയത് അടിപൊളിയാവട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരി അധിക പ്രസംഗം ആയിപ്പോയോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഹരിജി, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നമുക്ക് വേറെ ആരെങ്കിലും. അന്നേരം ആൾ പറഞ്ഞില്ല നമുക്ക് ഹരിജീനെ കൊണ്ട് തന്നെ പാടിക്കാം. അപ്പം അങ്ങനെ ഇപ്പോൾ നീ മണിമുകിലാടുകൾ അപ്പോൾ ആര് പാടണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ജയേട്ടൻ്റെ ഒരു സ്വര മനസ്സിലേക്ക് വന്നു. അപ്പോൾ അത് കറക്റ്റ് സ്യൂട്ടായിരുന്നു. അപ്പം അങ്ങനെ ചില പാട്ടുകൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും. പിന്നെ ചിലത് നമുക്കറിയാമല്ലോ, ചിലത് നമ്മളോട് ഇങ്ങോട്ട് പറയും ഇത് ഇന്ന ആൾ പാടണം അല്ലെങ്കിൽ ഇന്ന കൊണ്ട് പാടിക്കണം എന്ന് പറയുമ്പോൾ നമുക്കത്. എങ്കിലും ഞാനിങ്ങനെ അവരോട് സജഷൻസ് പറയും, നമുക്ക് ചിലപ്പോൾ ഈ സിംഗർ ആയിരിക്കും നല്ലത് അങ്ങനെ. അപ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇന്ന ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ചേട്ടൻ്റെ പാട്ടുകളിൽ എപ്പോഴെങ്കിലും സ്വന്തം പാട്ടുകളിരുന്ന് ഇങ്ങനെ കേൾക്കാറുണ്ടോ? സ്വന്തം പാട്ടിൽ ട്രിപ്പ് ചെയ്യാറുണ്ടോ? ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കേൾക്കുകയുണ്ടായി. എന്നുവെച്ചാൽ ഞാനൊരു സ്കാനിങ്ങിന് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു MRI സ്കാനിന്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കിടക്കണം, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 hourൻ്റെ അടുത്ത് കിടക്കണം. അപ്പോൾ പറഞ്ഞു ഒരു ഓപ്ഷൻ ഉണ്ട്, പാട്ട് കേൾക്കാം, ഹെഡ്ഫോൺ വെച്ച് തരാം, അതിനകത്ത് പാട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പാട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളിത്തര മുതലുള്ള എല്ലാ ഞാൻ ഓർത്ത് ഇവർക്ക് ഇങ്ങനെ. പക്ഷേ അത് എനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല, എന്നുവെച്ചാൽ പഴയ പാട്ടുകളൊന്നും അധികം കേട്ടിട്ടില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ 1 hour ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും. വെള്ളിത്തര മുതൽ എല്ലാ സോങ്സ് ഓരോ. അപ്പോൾ ചില സോങ്സൊക്കെ എനിക്ക് അപ്പോഴാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത്. നമ്മൾ ചെയ്ത വർക്കുകളുടെ ഒരു ഇതുണ്ടല്ലോ.